നമസ്കാരം. പ്രധാന വാർത്തകൾ. മണ്ണാർക്കാട് നഗരസഭയ്ക്കെതിരെ CPM നടത്തിയ ആരോപണങ്ങൾക്കെതിരെ UDF രാഷ്ട്രീയ വിശദീകരണ യോഗം സംഘടിപ്പിച്ചു. ആരോപണങ്ങൾ വസ്തുതാവിരുദ്ധമെന്ന് ലീഗ് നേതാവും മുൻ MLA-യുമായ കളത്തിൽ അബ്ദുള്ള. പട്ടാമ്പി കൊടുമുണ്ട പുത്തൻകവലയിൽ മധ്യവയസ്കനെ വീട്ടുമുറ്റത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി. മച്ചിങ്ങത്തൊടി അഷ്റഫ് അലിയാണ് മരിച്ചത്. പെരിന്തൽമണ്ണയിൽ വിസ്ഡം സ്റ്റുഡൻസ് സംഘടിപ്പിച്ച കേരള സ്റ്റുഡൻസ് കോൺഫറൻസിനിടെ ഉണ്ടായ പോലീസ് നടപടി പ്രതിഷേധം ശക്തമാകുന്നു. അമ്പലപ്പാറ ചുനങ്ങാട് 10 ലിറ്റർ ചാരായവും 15 ലിറ്റർ വാഷും ഒറ്റപ്പാലം എക്സൈസ് നേതൃത്വത്തിൽ പിടിച്ചെടുത്തു. 2 പേർ എക്സൈസിന്റെ പിടിയിൽ. വർണ്ണാഭമായി തൂത മുളയങ്കാവ് പൂരങ്ങൾ. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ അടക്കമുള്ള കേരളത്തിലെ 30ഓളം ഗജവീരന്മാർ തൂതപൂരത്തിന് നിറവേറ്റി. വിശദമായ വാർത്തകളിലേക്ക്. അഴകിൻ ചാരുതയിൽ തൂതപൂരം ആഘോഷിച്ചു. തട്ടകദേശങ്ങളിൽ നിന്നുള്ള 30 ഗജവീരന്മാർ A-B വിഭാഗങ്ങളിലായി മുഖാമുഖം അണിനിരന്നുള്ള കുടമാറ്റം പൂരപ്രേമികൾക്ക് വിരുന്നായി. പേരുകേട്ട ഗജവീരന്മാരാണ് ഇത്തവണയും ഇരുവിഭാഗത്തിലും അണിനിരന്നത്. തിറകളിയും നാഗത്തറ മേളവുമെല്ലാം തൂതപ്പുഴയുടെ തീരത്ത് താളമഴ പെയ്യിച്ചു. തൂതപ്പുഴയോരത്ത് കൂടിക്കാഴ്ചയുടെയും കുടമാറ്റത്തിൻ്റെയും ചന്തം തീർത്ത് തൂത ഭഗവതി ക്ഷേത്രത്തിലെ പൂരം ആഘോഷിച്ചു. പുലർച്ചെ ആറാട്ടിനു ശേഷം വഴിപാട് പൂരങ്ങളുടെ എഴുന്നള്ളിപ്പോടെ ചടങ്ങുകൾ തുടങ്ങി. ദേശപൂരങ്ങൾ കാവിലേക്ക് എഴുന്നള്ളി തുടങ്ങിയതോടെ ആവേശം തിരതല്ലി. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ, തൃക്കടവൂർ ശിവരാജു തുടങ്ങി 30ഓളം ഗജവീരന്മാർ A-B വിഭാഗത്തിലായി അണിനിരന്നു. A വിഭാഗത്തിന് കുട്ടൻകുളങ്ങര അർജുനനും B വിഭാഗത്തിന് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനും തിടമ്പേന്തി. എറണാകുളം ശിവകുമാർ ഭഗവതിയുടെ തിടമ്പേന്തി. പെരുവനം കുട്ടന്മാരാരുടെ പ്രമാണിത്വത്തിൽ 200ഓളം വാദ്യ കലാകാരന്മാർ അണിനിരന്ന നാഗത്തറമേളവും പകൽപൂരത്തിന് പ്രൗഢിയേകി. മേളത്തിന്റെ അകമ്പടിയിൽ മത്സരാവേശത്തിൽ ഇരുവിഭാഗങ്ങളും കുടകൾ ഉയർത്തിയത് ആരവത്തോടെ പുരുഷാരം വരവേറ്റു. A വിഭാഗം പാറമ്മേക്കാവ് ദേവസ്വത്തിന്റെയും B വിഭാഗം തിരുവമ്പാടി വിഭാഗത്തിന്റെയും കുടകളാണ് ഉപയോഗിച്ചത്. തുടർന്ന് എഴുന്നള്ളിപ്പുകൾ കാവിറങ്ങിയതോടെ പകൽപൂരം സമാപിച്ചു. ബുധനാഴ്ച തൂതപ്പുഴയിൽ നടക്കുന്ന ആറാട്ടോടെ ഉത്സവത്തിന് കുടിയിറങ്ങും. മുളയങ്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൂരം വർണ്ണാഭമായി. ഉപ ആഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന തേരെഴുന്നള്ളിപ്പും വിവിധ കലാപരിപാടികളും പൂരത്തിന് കാഴ്ച വിരുന്നേകി. മുളയങ്കാവിൽ ഈ വർഷത്തെ ഉത്സവാഘോഷങ്ങൾക്ക് സമാപനം കുറിച്ച് പൂരം ആഘോഷിച്ചു. ഉച്ചയ്ക്ക് 2:30 സന്ധ്യവേലയ്ക്ക് വിളക്കുവെപ്പ്, തുടർന്ന് തായമ്പക, കേളി, കുഴൽപ്പറ്റ് എന്നിവയ്ക്ക് ശേഷം 2:30 പുലാക്കാട്ടരി നായരുടെ നേതൃത്വത്തിൽ പാലക്കുറിശി നായരുടെ ദീപത്തോടുകൂടി വെളിച്ചപ്പാടുമാരുടെ അകമ്പടിയിൽ മംഗളവാദ്യത്തോടുകൂടി താലപ്പൊലിപ്പറമ്പിൽ നിന്നും താലം നിരത്തിയുള്ള തേര് എഴുന്നള്ളിപ്പും തേരുകളുടെ കാവിറക്കവും നടന്നു. പഞ്ചാരിമേളത്തിന്റെ അകമ്പടിയിൽ തേരു പ്രദക്ഷിണവും തുടർന്ന് പരമ്പരാഗത വേലവരവും നടന്നു. വാദ്യാഘോഷങ്ങളും നാടൻ കലാരൂപങ്ങളും ഉപപൂരങ്ങളുടെ വരവും പൂരത്തിന് ചന്തം ചാർത്തി. മണ്ണാർക്കാട് നഗരസഭയ്ക്കെതിരെ CPM നടത്തിയ ആരോപണങ്ങൾക്കെതിരെ ആഞ്ഞടിച്ച് UDF. സ്വന്തം അഴിമതി മറച്ചുവെക്കാൻ CPM നടത്തുന്ന നാടകമെന്ന് നഗരസഭാ അധ്യക്ഷൻ C. മുഹമ്മദ് ബഷീർ. UDF രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. UDF ഭരിക്കുന്ന നഗരസഭയിൽ അഴിമതി ആരോപിച്ച് കഴിഞ്ഞ ദിവസം CPMന്റെ നേതൃത്വത്തിൽ നഗരസഭയിലേക്ക് മാർച്ച് നടത്തിയിരുന്നു. ഈ മാർച്ചിൽ CPM ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മറുപടിയായാണ് വിശദീകരണ പൊതുയോഗം നടത്തിയത്. നഗരസഭ നടപ്പാക്കുന്ന വികസനങ്ങൾ തടയാനാണ് ഇല്ലാത്ത അഴിമതി ആരോപണങ്ങളുമായി CPM രംഗത്ത് വരുന്നതെന്ന് ഉദ്ഘാടനം ചെയ്ത കളത്തിൽ അബ്ദുള്ള പറഞ്ഞു. ഞങ്ങളൊക്കെ മുനിസിപ്പാലിറ്റിയുടെ കാര്യങ്ങൾ പലപ്പോഴും നിരീക്ഷിക്കാറുണ്ട്. ഈ നിരീക്ഷണത്തിൽ ഞങ്ങൾക്കൊക്കെ മുനിസിപ്പാലിറ്റി ചെയ്യുന്ന കാര്യങ്ങൾ ശരിയായി തോന്നാറുമുണ്ട്. അതുകൊണ്ട് ഈ മുനിസിപ്പൽ ഭരണത്തെ തകർക്കാനും ഈ മുനിസിപ്പാലിറ്റിയിലെ ഇകഴ്ത്താനും ഒക്കെ ഭരണസഭയിൽ തന്നെ ചില അംഗങ്ങളും അതോടൊപ്പം തന്നെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആളുകളും ഒക്കെ രംഗത്ത് വന്നിരിക്കുക. ഇതിനെതിരായിട്ടാണ് ഈ പൊതുയോഗം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്.
CPM കൗൺസിലർക്കെതിരെ CPMമാർ ഉന്നയിച്ച ആരോപണങ്ങളെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടതാണ് നഗരസഭയ്ക്കെതിരെ CPM രംഗത്ത് വരാൻ കാരണമെന്ന് നഗരസഭാ അധ്യക്ഷൻ C. മുഹമ്മദ് ബഷീർ പറഞ്ഞു. CPM കൗൺസിലർ അഴിമതിക്കാരനാണെന്ന് മുസ്ലിം ലീഗ് പറഞ്ഞിട്ടില്ല. CPMകാരാണ് അത് പറഞ്ഞത്. അത് അന്വേഷിക്കണമെന്ന് പറയാൻ മുസ്ലിം ലീഗിന് അവകാശമില്ലേ? CPMന്റെ പാർലമെന്ററി പാർട്ടി നേതാവ് TR സെബാസ്റ്റ്യനാണ് ഏറ്റവും വലിയ വികസന വിരോധി. മണ്ണാർക്കാട് നഗരസഭയ്ക്ക് വിവിധ പദ്ധതികൾക്കായി 4.5 ഏക്കർ സ്ഥലം വാങ്ങാൻ സർക്കാർ നിശ്ചയിച്ച വിലയ്ക്ക് വാങ്ങാൻ തീരുമാനിച്ചപ്പോൾ അത് മുടക്കി. നഗരസഭാ ഓഫീസ് കം ടൗൺ ഹാൾ ഷീലോട്ട് നിർമ്മിക്കാനായി മണ്ണാർക്കാട് റൂറൽ ബാങ്ക് വായ്പ അനുവദിച്ചതാണ്. അത് നൽകരുതെന്ന് പറഞ്ഞ് കത്ത് നൽകി മുടക്കി. നഗരത്തിൽ ലൈറ്റ് സ്ഥാപിച്ചതിനെതിരെ കോടതിയെ സമീപിച്ചു. സെബാസ്റ്റ്യൻ വൈസ് പ്രസിഡന്റായ കാലത്ത് നികുതി പരിഷ്കരണം നടത്താത്തതാണ് ഇന്ന് ജനങ്ങൾക്ക് അമിത നികുതി ഭാരം പേറേണ്ടി വന്നത്. നഗരസഭ നടപ്പാക്കുന്ന എല്ലാ വികസന പ്രവർത്തനങ്ങളെയും അഴിമതി ആരോപിച്ച് ഇല്ലാതാക്കുന്ന നിലപാടാണ് CPM സ്വീകരിക്കുന്നത്. നഗരസഭ നടപ്പാക്കുന്ന പദ്ധതികളിൽ അഴിമതിയുണ്ടെങ്കിൽ എന്തുകൊണ്ട് സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയായ CPM വിജിലൻസ് അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കുന്നില്ലെന്നും ബഷീർ ചോദിച്ചു. നോട്ടിഫിക്കേഷൻ വന്നു, നികുതി വർധനവ് നടത്തണം. അത് പ്രകാരം തന്നെ ഇവരിവിടെ കൗൺസിൽ കൂടി പത്രത്തിൽ കൊടുത്തു. നികുതി വർധനവിന് വേണ്ടി പത്രപരസ്യം കൊടുത്തു. 1 മാസം ആക്ഷേപത്തിന്റെ സമയത്തു. അത് കഴിഞ്ഞിട്ട് ആക്ഷേപം പരിഹരിച്ചു. കൗൺസിൽ കൂടി നികുതി അംഗീകാരം നൽകി. പക്ഷേ വക്രബുദ്ധിക്കാരനായ സെബാസ്റ്റ്യൻ ഒരു കാര്യം ചെയ്തു. അന്തിമ വിജ്ഞാപനം ഇറക്കി പത്രപരസ്യം കൊടുത്തില്ല. അതവിടെ പൂർത്തി. എന്നിട്ട് എന്ത് ചെയ്തു? ആളുകളോട് പറഞ്ഞു, ഞങ്ങള് ഇവിടെ നികുതിയൊന്നും കൂട്ടിയിട്ടില്ല. സർക്കാർ പറഞ്ഞ നികുതിയാണെങ്കിൽ ഞങ്ങൾ കൂട്ടിയിട്ടില്ല. ആളുകളൊക്കെ ആശ്വാസത്തോടു കൂടി കത്തിരുന്നു. പക്ഷേ സർക്കാരിന്റെ കമ്പ്യൂട്ടറിൽ, മുനിസിപ്പാലിറ്റി കമ്പ്യൂട്ടറിൽ ഈ നികുതി അങ്ങനെ കൂടി വന്നു. ഇവന് 2020 വരെ ഇത് പൂഴ്ത്തി വെച്ചു. മുനിസിപ്പൽ UDF ചെയർമാൻ KC അബ്ദുറഹ്മാൻ അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറി PR സുരേഷ് മുഖ്യപ്രഭാഷണം നടത്തി. ആളുകളെ ഒന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റും. ആ കാലൊക്കെ പോയി. ഇപ്പൊ വളരെ സോഷ്യൽ മീഡിയയിൽ പൈസ ചോദിക്കാൻ നടക്കുമ്പോൾ വരുന്നുണ്ട് പുറത്ത്. സോഷ്യൽ മീഡിയയില് അല്ലെങ്കിൽ ഫോണിൽ കൂടെ അതൊക്കെ ചോദിക്കുന്നത് പുറത്ത് വരുന്ന കാലാണ്. അപ്പോ ഇത് വളരെ വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ജനങ്ങൾ അങ്ങനെയൊന്നും തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയില്ല. ശ്രീ ബഷീറിന്റെ നേതൃത്വത്തിൽ, ബാലുവിന്റെ നേതൃത്വത്തിൽ, ഷഫീഖിന്റെയും അരുണിന്റെയൊക്കെ നേതൃത്വത്തിൽ ഇനിയും മത്സരിക്കാൻ UDF തന്റെ ഇടത്തോട് ആത്മാർത്ഥമായിട്ട് തലയെടുത്ത് നെഞ്ചുയർത്തിപ്പിടിച്ച് തല ഉയർത്തിപ്പിടിച്ച് ഞങ്ങൾ പുറത്തിറങ്ങും. ഇറങ്ങുന്ന സമയത്ത് നിങ്ങൾ വേണമെങ്കിൽ പറഞ്ഞു. UDF കൺവീനർ പ്രേംകുമാർ, വൈസ് ചെയർപേഴ്സൺ പ്രസീത, സ്ഥിരം സമിതി അധ്യക്ഷരായ K. ബാലകൃഷ്ണൻ, ഷഫീഖ് റഹ്മാൻ, കൗൺസിലർ അരുൺകുമാർ പാലക്കുറിശി, ഘടകകക്ഷി നേതാക്കളായ K. കൃഷ്ണകുമാർ, കൊളമ്പൻ ആലിപ്പുഹാജി, മുജീബ് പെരുമ്പിടി, നൌഫൽ കളത്തിൽ ഹുസൈൻ, ഷമീർ നമ്പിയത്ത്, സമദ് പൂവക്കോടൻ, TK അബ്ദുറഹ്മാൻ, TK സ്വാലി, സക്കീർ മുല്ലക്കൽ, നാസർ പാതാക്കര എന്നിവർ പ്രസംഗിച്ചു. പട്ടാമ്പി കൊടുമുണ്ട പുത്തൻകവലയിൽ മധ്യവയസ്കനെ വീട്ടുമുറ്റത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി. മച്ചിങ്ങത്തൊടി വീട്ടിൽ അഷ്റഫ് അലിയാണ് മരിച്ചത്. 46 വയസ്സായിരുന്നു. ചൊവ്വാഴ്ച രാവിലെ പ്രദേശവാസികൾ ഇയാളെ വീട്ടുമുറ്റത്ത് അബോധാവസ്ഥയിൽ കിടക്കുന്നത് കാണുകയായിരുന്നു. വീടിന്റെ സിറ്റൌട്ടിൽ രക്തം തളം കെട്ടിക്കിടക്കുന്നതും കണ്ടെത്തി. വിവരമറിയിച്ചതിനെ തുടർന്ന് പട്ടാമ്പി പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. മരിച്ച അഷ്റഫ് അലിക്ക് അസുഖങ്ങൾ ഉള്ളതായാണ് വിവരം. രക്തം ഛർദ്ദിച്ചാകാം മരണം സംഭവിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം. കഴിഞ്ഞ കുറച്ചുനാളുകളായി ഇയാൾ വീട്ടിൽ ഒറ്റയ്ക്കാണ് താമസം. പട്ടാമ്പി പോലീസിന്റെ നേതൃത്വത്തിൽ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി തൃശൂർ മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി. അമ്പലപ്പാറ ചുനങ്ങാട് ചാരായം മാറ്റിക്കൊണ്ടിരുന്ന 2 പേർ ഒറ്റപ്പാലം റേഞ്ച് എക്സൈസിന്റെ പിടിയിലായി. വാണിവിലാസിനി സ്വദേശി സന്ദീപ്, വരോട് സ്വദേശി ജയകൃഷ്ണൻ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. 10 ലിറ്റർ ചാരായവും 15 ലിറ്റർ വാഷും സ്ഥലത്തു നിന്നും പിടിച്ചെടുത്തു. ചൊവ്വാഴ്ച പുലർച്ചെ ചുനങ്ങാട് നാഗത്തോടിന് സമീപത്ത് വെച്ചാണ് ചാരായം കാച്ചുന്നതിനിടെ യുവാക്കൾ പിടിയിലായത്. വാണിവിലാസിനി ഇരിപ്പക്കുഴിപ്പറമ്പ് വീട്ടിൽ 32-കാരനായ സന്ദീപ്, വരോട് കൃഷ്ണനിവാസിൽ 37-കാരനായ ജയകൃഷ്ണൻ എന്നിവരെയാണ് റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് N പ്രമാനന്ദകുമാറും പാർട്ടിയും ചേർന്ന് അറസ്റ്റ് ചെയ്തത്. ചുനങ്ങാട് പൂവത്തിങ്കൽ വീട്ടിൽ 39-കാരനായ വിനോദ് സംഭവസ്ഥലത്തു നിന്നും ഓടിപ്പോയതായും ഉദ്യോഗസ്ഥർ അറിയിച്ചു. 10 ലിറ്റർ ചാരായവും 15 ലിറ്റർ വാഷും മറ്റുപകരണങ്ങളും പിടികൂടി. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. പരിശോധനയിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് സുദർശനൻ നായർ, പ്രിവന്റീവ് ഓഫീസർമാരായ പ്രേംകുമാർ, സുരേഷ്, CEO-മാരായ ജാക്സൺ, സണ്ണി, അജിത് ചന്ദ്രൻ, രാജീവ്, ഡ്രൈവർ ലൂക്കോസ് തുടങ്ങിയവർ പങ്കെടുത്തു.
പെരിന്തൽമണ്ണയിൽ വിസ്ഡം സ്റ്റുഡൻസ് സംഘടിപ്പിച്ച കേരള സ്റ്റുഡൻസ് കോൺഫറൻസിനിടെ ഉണ്ടായ പോലീസ് നടപടിക്കെതിരെ പ്രതിഷേധം. പോലീസ് സമാപന സമ്മേളനം തടസ്സപ്പെടുത്തിയെന്നും പ്രകോപനപരമായി സംസാരിച്ചുവെന്നും വിസ്ഡം നേതാക്കളും സ്റ്റുഡൻസ് വിഭാഗം ഭാരവാഹികളും പരാതിപ്പെട്ടു. ലഹരിക്കും അസാൻമാർഗിക പ്രവണതകൾക്കും പരിഹാരമാർഗങ്ങൾ അവതരിപ്പിച്ച സൊല്യൂഷൻ എന്ന പേരിലുള്ള വൈജ്ഞാനിക പ്രദർശനവും പരിപാടികളുമാണ് സംഘടിപ്പിച്ചിരുന്നത്. പ്രിയമുള്ളവരെ, ഈ സമ്മേളനം അവസാനിക്കുന്ന സമയത്ത് എന്റെ ശബ്ദം കേൾക്കുന്ന ഓൺലൈനിൽ എന്നെ കേൾക്കുന്നവരോട് വിസ്ഡം സ്റ്റുഡൻസ് സംസ്ഥാന സമിതി കേരള സ്റ്റുഡൻസ് കോൺഫറൻസ് മെയ് 5 മുതൽ 11 വരെയാണ് പെരിന്തൽമണ്ണയിൽ സംഘടിപ്പിച്ചത്. ലഹരിക്കും അസാൻമാർഗിക പ്രവണതകൾക്കും എതിരെയുള്ള പ്രദർശനവും പരിഹാര മാർഗങ്ങളുമാണ് വിസ്ഡം സ്റ്റുഡൻസ് കോൺഫറൻസിൽ അവതരിപ്പിച്ചിരുന്നത്. സമാപന ദിവസമായ മെയ് 11 ഞായറാഴ്ച രാത്രി കൂടുതൽ ആളുകൾ കോൺഫറൻസ് നഗരിയിൽ എത്തിയിരുന്നു. പൊതുസമ്മേളനത്തിന് 10 മണിവരെ മാത്രമാണ് പോലീസ് അനുമതിയുള്ളത്. നടന്നുകൊണ്ടിരിക്കുന്ന സമാപന സമ്മേളനം അല്പസമയത്തിനകം അവസാനിപ്പിക്കാൻ പോലീസ് സമ്മതിച്ചില്ലെന്ന് വിസ്ഡം നേതാക്കളും സംഘടനയുടെ സ്റ്റുഡൻസ് വിഭാഗം ഭാരവാഹികളും പറഞ്ഞു. രാഷ്ട്രീയ പാർട്ടികൾ ഈ വിഷയത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. പെരിന്തൽമണ്ണ അങ്ങാടിയിൽ ഇനി 10 മണിക്ക് ശേഷം നടക്കുന്ന പ്രോഗ്രാം അതെല്ലാവരും ശ്രദ്ധിക്കേണ്ട തന്നെ. ഇതിന് മാത്രമാകാൻ പാടില്ല, ബാധിക്കാൻ പാടില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും എല്ലാവരോടും ഞങ്ങൾ നിയമം പാലിക്കുന്നവരാണ്, അംഗീകരിക്കുന്നവരാണ്. പക്ഷേ നേരം വെളുക്കുന്നത് വരെ രാത്രി 12 മണിക്കും 1 മണിക്കും വരെ DJ പാർട്ടിയും മറ്റും നടത്താൻ ഒരു പ്രശ്നമില്ലാത്ത നാട്ടിൽ, കള്ള് കുടിച്ച് കൂത്താടാൻ ഒരു പ്രശ്നമില്ലാത്ത നാട്ടിൽ ഒരു 10 മിനിറ്റ് സമയം ഇത്രയും 10,000 കൂടിയ ഒരു തരത്ത് അല്പം വൈകിയപ്പോഴേക്ക് ഒരു നിയമപാലകൻ വന്ന് ശബ്ദം ഉണ്ടാക്കുകയാണ്. ചരിത്രത്തിലില്ലാത്ത സംഭവമാണ്. ലഹരിക്കെതിരെയാണ് അവിടെ സംസാരിക്കുന്നത്. ലഹരിക്കെതിരെ ഈ ബഹുമാനപ്പെട്ട നിയമപാലകർ ഒരുപാട് പ്രയാസപ്പെടുന്നുണ്ട് ലഹരി കൊണ്ട്. അതിന് ശമനമുണ്ടാക്കാനുള്ള ഒരു പ്രോഗ്രാമാണ് ഇവിടെ. ഒരു അപശബ്ദം പോലും ഇല്ലാതെ ഇത്രയും നേരം നടന്ന ഒരു പ്രോഗ്രാമിന് നേരെയാണ് ഇവിടെ വിരൽ ചൂണ്ടി ഈ ഹാളിലേക്ക് കയറി വന്നത്. ഇത് ഞങ്ങൾ പൊറുക്കില്ല. ഇവിടെയുള്ള ഇടതു വലത് രാഷ്ട്രീയ പാർട്ടികളോട് ഞങ്ങൾ പറയുന്നു, ഈ പ്രസ്ഥാനം നടത്തിയ ഈ പ്രോഗ്രാമിനെ പോലീസുകാരെ വിട്ട് ഈ രീതിയിൽ ശബ്ദിക്കുക എന്നത് ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ല. ഞങ്ങൾ നിയമം പാലിക്കുന്നവരാണ്. അതുകൊണ്ട് ഞങ്ങൾ അവസാനിപ്പിക്കുന്നു. അല്പസമയം അധികമായി പോയി എന്നതിൻ്റെ പേരിൽ പെരിന്തൽമണ്ണ HSOയുടെ നേതൃത്വത്തിലെത്തിയ പോലീസ് സംഘം സമ്മേളനം തടസ്സപ്പെടുത്തിയെന്ന് സംഘാടകർ പരാതിപ്പെട്ടു. 10 മണിയിൽ നിന്ന് 2 മിനിറ്റ് വൈകിയതിനാണ്. വൈകിയാൽ തന്നെയും അത് അങ്ങനെ പലരും ചെയ്യുന്നു എന്നതുകൊണ്ട് നമ്മളതൊരിക്കലും ന്യായീകരിക്കേണ്ട കാര്യമൊന്നുമില്ല, അല്ലെങ്കിൽ അത് ശരിയാണ് എന്ന് നമ്മൾ പറയുന്നില്ല. 10 മണിക്ക് നിർത്തേണ്ടിയിരുന്നു, അത് കഴിയാതെ വന്നു. അപ്പോൾ പ്രഭാഷണങ്ങളൊക്കെ ചുരുക്കി വളരെ നേരത്തെ തന്നെ അങ്ങനെ തന്നെ നിർത്താനാണ് നമ്മൾ പരിശ്രമിച്ചത്. അവിടെ 3 മിനിറ്റ് മാത്രമേ സമാപന സംസാരമുള്ളൂ എന്നത് ആ സംസാരത്തിൻ്റെ സ്റ്റേജിൻ്റെ മുന്നിൽ വെച്ചിട്ടുള്ള സ്ക്രീനിൽ നിന്ന് വ്യക്തമായി കാണാം. അത് വന്നിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന് നമ്മളത് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനൊക്കെ വകഞ്ഞു മാറ്റിയാണ് അദ്ദേഹം സ്റ്റേജിലേക്ക് ആക്രോശിച്ചുകൊണ്ട് കയറിയത്. അപ്പോൾ ഇനി അങ്ങനെ ഒരു നിയമ ലംഘനം ഉണ്ടായാൽ തന്നെയും സ്വീകരിക്കേണ്ട നടപടി എന്താണ്? നമുക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെങ്കിൽ സ്വീകരിക്കാം. അല്ല, ഇനി നമ്മളുമായി സംസാരിച്ച് ഒരു ടൈം ഫിക്സ് ചെയ്ത് അങ്ങനെ അത് അവസാനിപ്പിക്കാം. അതിനൊന്നും ശ്രമിക്കാതെ കൂടിയിരിക്കുന്ന 10,000 വിദ്യാർത്ഥികളെ തന്നെ ഇവിടെ എന്ത് നടക്കുന്നു എന്ന് മനസ്സിലാക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ഭയമുണ്ടാക്കുന്ന രൂപത്തിൽ ഒരു പോലീസുകാരൻ സ്റ്റേജിലേക്ക് കൈചൂണ്ടി ആക്രോശിച്ചു വന്ന് സംസാരിക്കുന്നത് കാണുന്നൊരു വിദ്യാർത്ഥി, അത് ദൂരെ ആ പാരാപാരം പരന്നെടുക്കുന്ന ആ വിദ്യാർത്ഥി സാഗരത്തിൻ്റെ അവസാനത്തിൽ നിൽക്കുന്ന വിദ്യാർത്ഥി ഒരൊച്ചയും പോലീസുകാരൻ്റെ ആക്രോശവും മാത്രം കേട്ടാൽ എന്തായിരിക്കും അവർ മനസ്സിലാക്കുക? അല്ലെങ്കിൽ ഇവിടെ നടക്കുന്നത് എന്തോ ക്രമസമാധാന പ്രശ്നമാണ് എന്ന് വിദ്യാർത്ഥികൾ മനസ്സിലാക്കി പാനിക്കാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെയാണ് അദ്ദേഹം അവിടെ ഇടപെട്ടത്. അതൊരിക്കലും നമുക്ക് നീതീകരിക്കാൻ പറ്റുന്നതല്ല. ഒരിക്കലും നമുക്ക് ഇതെവിടെ ആരുടെ പ്രലോഭനത്തിൻ്റെ പുറത്താണ്, അല്ലെങ്കിൽ എന്താണ് അദ്ദേഹത്തിൻ്റെ മോട്ടീവ് എന്ന് നമുക്കത് അറിയുകയും നമ്മളത് അന്വേഷിക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്ന് സംഘാടകരുടെ ഭാഗത്തു നിന്ന് ആവശ്യപ്പെടുകയാണ്. ഇതിനെതിരെ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള വിവിധ സംഘടനകളുടെ വ്യാപകമായ പ്രതിഷേധമാണ് ഉയർന്നത്. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ സമ്മേളനത്തിൽ ഞാൻ പങ്കെടുത്തിരുന്നു. ആ സമ്മേളനം അതിൻ്റെ സംഘാടന മികവ് കൊണ്ടും അതിൻ്റെ രൂപഭംഗി കൊണ്ടും അത് കൈകാര്യം ചെയ്ത വിഷയങ്ങൾ കൊണ്ടൊക്കെ വളരെ ശ്രദ്ധേയമായിരുന്നു. അതിനേക്കാൾ എല്ലാം ഏറ്റവും ശ്രദ്ധേയമായ കാര്യം 10,000 വിദ്യാർത്ഥികൾ ഒരുമിച്ചൊരു സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടും വളരെ അച്ചടക്കത്തോടെയും വളരെ മനോഹരമായും ആ സമ്മേളനം കൊണ്ടുപോകുന്നതിനിടയിൽ വളരെ ദുഃഖകരമായൊരു സംഗതി ഉണ്ടാവുകയുണ്ടായി.
അതിന്റെ സമാപനം 10 മണിക്ക് നിർത്താനുള്ള പ്രോഗ്രാം എല്ലാം ഷെഡ്യൂൾ ചെയ്ത് എല്ലാ പരിപാടികളും വളരെ കൃത്യമായി ഷെഡ്യൂൾ പ്രകാരമാണ് മുന്നോട്ട് പോയത്. എന്നാൽ അതിന്റെ അവസാന ലാപ്പിൽ ആ പരിപാടി കുറച്ച് ഒരു 3-4 മിനിറ്റ് ദൈർഘ്യം വന്നപ്പോൾ പെരിന്തൽമണ്ണ SHOയുടെ ഭാഗത്ത് നിന്ന് വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു ഇടപെടലുണ്ടായി. സ്വാഭാവികമായിട്ടും ഒരു വലിയ സമ്മേളനം, 10,000-കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ഒരു സമ്മേളനത്തോട് നമ്മൾ പുലർത്തേണ്ട ഒരു സാമൂഹ്യമായ ജനാധിപത്യപരമായ ഒരു മര്യാദ കാണിക്കാതെ അദ്ദേഹം നേരിട്ട് ആ സ്റ്റേജിൽ വന്ന് ഇടപെടുന്ന ഒരു രീതി ഉണ്ടായി. അതൊരിക്കലും ഒരു സമാധാനം ആഗ്രഹിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു കാര്യമായി പോയി. അദ്ദേഹം അത് തിരുത്തണം. അത് തീർച്ചയായിട്ടും ശരിയായ ഒരു രീതിയല്ല. തീർച്ചയായിട്ടും ഇത്തരം സമ്മേളനങ്ങൾ നൽകുന്ന മെസ്സേജ് കൂടി ആ ഒരു ഘട്ടത്തിൽ ഓർക്കേണ്ടതായിരുന്നു. ഈ വിദ്യാർത്ഥികളെ മുഴുവനും ലഹരിക്കും സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കും അടിമകളാകാതിരിക്കാനുള്ള ജാഗ്രതയും കരുതലുമുള്ള വളരെ കനത്ത ട്രെയിനിങ് പോലെ നടന്ന പ്രഭാഷണങ്ങൾക്കിടയിൽ നമ്മളൊരു പുതിയ സമൂഹത്തെ സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള ഒരു ജാഗരണ പ്രവർത്തനത്തിനിടയിൽ ഈ നാട് മുഴുവനും അതിന്റെ ഗുണഫലം അനുഭവിക്കാനുള്ള ഒരു വലിയ കാര്യത്തിന് ഇതൊരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു പ്രവർത്തനം നടത്തിയപ്പോൾ ആ സംഘടനയെ ശ്ലാഘിക്കുന്നതിന് പകരം അതിനോട് പുലർത്തിയ നിലപാട് വളരെ വളരെ മോശമാണ്. ഇടവേള. വാർത്തകൾ തുടരുന്നു. വിദേശ മദ്യ ഷാപ്പ് വരുന്നത് തടയാൻ ഒരു പ്രദേശത്തെ മുഴുവൻ ജനങ്ങളും റോഡിലിറങ്ങി കുത്തിയിരിപ്പ് സമരം നടത്തി. കാഞ്ഞിരപ്പുഴ കല്ലമല നിവാസികളാണ് വിദേശ മദ്യശാല കല്ലമല റോഡിൽ വേണ്ട എന്ന മുദ്രാവാക്യവുമായി കാഞ്ഞിരപ്പുഴ റോഡിൽ കുത്തിയിരിപ്പ് സമരം സംഘടിപ്പിച്ചത്. കല്ലമല പൗരസമിതി, കുന്നപ്പള്ളി ക്ഷേത്ര കമ്മിറ്റി, VSS എന്നിവർ സംയുക്തമായി സംഘടിപ്പിച്ച കുത്തിയിരിപ്പ് സമരം VSS സംസ്ഥാന പ്രസിഡന്റ് T. കുമാരൻ ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞിരപ്പുഴ കാഞ്ഞിരത്തെ വിദേശമദ്യ ഷാപ്പ് കെട്ടിട ഉടമ പൂട്ടിയ സാഹചര്യത്തിലാണ് ബിവറേജ് കോർപ്പറേഷന്റെ ഔട്ട്ലെറ്റ് ജനങ്ങൾ താമസിക്കുന്ന പ്രദേശത്തേക്ക് മാറ്റുന്നതിന് ശ്രമങ്ങൾ നടന്നുവരുന്നത്. ഇത് എന്ത് വില കൊടുത്തും എതിർക്കുമെന്ന ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്ത VSS സംസ്ഥാന പ്രസിഡന്റ് T. കുമാരൻ പറഞ്ഞു. പൗരസമിതി സെക്രട്ടറി E.T. പ്രിയാരാജ് അധ്യക്ഷത വഹിച്ചു. പ്രസിഡന്റ് ഹരിദാസൻ വിഷയം അവതരിപ്പിച്ചു. കാഞ്ഞിരപ്പുഴ പഞ്ചായത്ത് അംഗങ്ങളായ ഉഷാദേവി, ശോഭന, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ പ്രതീഷ്, AV മുസ്തഫ, CT അലി, രവി അടിയത്ത്, ചിന്നക്കുട്ടൻ, ക്ഷേത്രം പൂജാരി ഗിരീഷ് വർമ്മ, പ്രഭാകരൻ, പൗരസമിതി കൺവീനർ ബാലകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. ഒറ്റപ്പാലം നഗരസഭാ ബസ് സ്റ്റാൻഡിലെ വാട്ടർ ATM വെള്ള വിതരണ സംവിധാനത്തിലെ തകരാർ കാരണം 2 ആഴ്ചയിലേറെയായി പ്രവർത്തനരഹിതമായ നിലയിലാണ്. പരിപാലന കരാർ തീർന്നതിനാൽ തകരാറിലായ ATM നന്നാക്കാതെ അടച്ചിട്ട അവസ്ഥയിലുമാണ്. 1 രൂപയ്ക്ക് 1 ലിറ്റർ തണുത്ത വെള്ളവും 5 രൂപയ്ക്ക് 5 ലിറ്റർ വെള്ളവും ലഭിക്കുന്ന കുടിവെള്ള ATM ആണ് പ്രവർത്തിക്കാതെ കിടക്കുന്നത്. വേനലായതോടെ പ്രതിദിനം 250 മുതൽ 300 ലിറ്റർ വരെ കുടിവെള്ളമാണ് ATM വഴി പ്രതിദിനം വിതരണം ചെയ്തിരുന്നത്. ഇത് മുടങ്ങിയതോടെ നഗരസഭാ ബസ് സ്റ്റാൻഡിലെത്തുന്ന യാത്രക്കാർ, 100 കണക്കിന് ബസ് ജീവനക്കാർ, വ്യാപാര സ്ഥാപനങ്ങളിലെ ജീവനക്കാർ തുടങ്ങിയവർ ബുദ്ധിമുട്ടിലായി. വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്ന് 20 രൂപയ്ക്കാണ് ഒരു കുപ്പി തണുത്ത വെള്ളം ലഭിക്കുന്നത്. വെള്ളത്തിനാവശ്യമായ കുപ്പി കയ്യിൽ വേണമെന്ന് മാത്രം. 2022-23 വർഷത്തെ പദ്ധതിയിൽ 5 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് നഗര കുടിവെള്ള സംവിധാനം സ്ഥാപിച്ചത്. ഇത് സ്ഥാപിച്ച കമ്പനിക്ക് തന്നെയാണ് തകരാർ പരിഹരിക്കാൻ കരാർ നൽകിയത്. കരാർ കാലാവധി തീർന്നതിന് പിന്നാലെ 2 തവണ ATM പണിമുടക്കി. അപ്പോഴെല്ലാം താൽക്കാലികമായി പ്രശ്നം പരിഹരിച്ച് പ്രവർത്തിപ്പിച്ചിരുന്നു. പ്രശ്നം പരിഹരിക്കാൻ നിർദ്ദേശം നൽകുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ K. ജാനകി ദേവി അറിയിച്ചു.
പട്ടാമ്പി മുതുതല ആമയൂർ റോഡിന്റെ നവീകരണ പ്രവൃത്തികൾക്ക് പദ്ധതിയാകുന്നു. പൊതുമരാമത്ത് വകുപ്പും കിഫ്ബിയും ചേർന്നാണ് നവീകരണ പ്രവൃത്തികൾ നടപ്പാക്കുന്നത്. പ്രവൃത്തിയുടെ ടെൻഡർ നടപടികൾ ഉടൻ ആരംഭിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. പട്ടാമ്പിയിൽ നിന്നും കൊപ്പത്തേക്കുള്ള എളുപ്പമാർഗമാണ് പട്ടാമ്പി മുതുതല പറക്കാട് ആമയൂർ റോഡ്. വർഷങ്ങൾക്ക് മുമ്പ് കിഫ്ബി പദ്ധതിയിൽ റോഡ് നവീകരിക്കാൻ പദ്ധതിയായെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങൾ വിലങ്ങുതടിയായി. മുതുതല അയ്യപ്പൻകാവിന് സമീപത്തുള്ള പുതുപ്പാലം പുതുക്കിപ്പണിയുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് വേണ്ടിവരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളായിരുന്നു നവീകരണം മുടങ്ങുവാൻ ഇടയായത്. റോഡിന്റെ പട്ടാമ്പി മുതൽ കൊടുമുണ്ട യാറം വരെയുള്ള ഭാഗം നേരത്തെ റബ്ബറൈസ് ചെയ്ത് നവീകരിച്ചതുമാണ്. തുടർന്നുള്ള 6 കിലോമീറ്ററോളം വരുന്ന പാതയാണ് ആധുനിക രീതിയിൽ നവീകരിക്കുന്നത്. പട്ടാമ്പി ഭാഗത്തു നിന്നും പള്ളിപ്പുറത്തേക്കും വളാഞ്ചേരി ഭാഗത്തേക്കും ഈ പാതയിലൂടെ ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട്. അറ്റകുറ്റപ്പണികൾ അല്ലാതെ റോഡിൽ കാര്യമായ നവീകരണം നടത്തിയിട്ട് ഏറെക്കാലമായി. ഈ സാഹചര്യത്തിലാണ് മുഹമ്മദ് മുഹസിൻ MLA ഇടപെടലിനെ തുടർന്ന് റോഡ് നവീകരിക്കാൻ പദ്ധതി തയ്യാറാക്കിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പൊതുമരാമത്ത് വകുപ്പും കിഫ്ബിയും ചേർന്നാണ് പാത നവീകരിക്കുക. കൊടുമുണ്ട മുതൽ മുതുതല പുതുപ്പാലം വരെയുള്ള 2 കിലോമീറ്ററോളം റോഡ് നവീകരിക്കാൻ 5.5 കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. ഇതിന്റെ സാങ്കേതിക അനുമതി ലഭ്യമാകുന്ന മുറയ്ക്ക് ടെൻഡർ നടപടികൾ തുടങ്ങാനാവും. ഇതോടൊപ്പം പുതുപാലം പുതുക്കിപ്പണിയാൻ 4.5 കോടിയോളം രൂപ അനുവദിച്ചിട്ടുണ്ട്. ഇതിന്റെ തുടർ നടപടികളും നടന്നുവരുന്നതേയുള്ളൂ. മുതുതല പുതുപാലം മുതൽ തൃത്താല കൊപ്പം വരെയുള്ള റോഡ് കിഫ്ബിയുടെ മേൽനോട്ടത്തിലാണ് നവീകരിക്കുക. ഇതിന്റെ നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. 7.5 മീറ്റർ വീതിയിലാവും റോഡ് വീതി കൂട്ടി നവീകരിക്കുക. അഴുക്കുചാലുകൾ, ഓവുപാലങ്ങളുടെ പുനർനിർമ്മാണം എന്നിവയും ഉണ്ടാകും. നവീകരണ പ്രവൃത്തികൾ ഉടൻ ആരംഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. പാതയിലൂടെ ജലജീവൻ പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള പൈപ്പിടൽ പ്രവൃത്തികൾ തകൃതിയായി നടക്കുകയാണ്. പുതുപാലത്തിന് സമീപം തൂണുകൾ സ്ഥാപിച്ചാണ് പൈപ്പുകൾ കൊണ്ടുപോകുന്നത്. ഇതിന്റെ പ്രവൃത്തികളും ഇവിടെ തുടങ്ങി. പാലം പൊളിച്ചുപണിയുമെന്നതിനാലാണ് പാലത്തിനോട് വിട്ട് പൈപ്പ് ലൈൻ സ്ഥാപിക്കൽ നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നത്. റോഡിന്റെ നവീകരണ പ്രവൃത്തികൾ ഉടൻ ആരംഭിക്കാനാവശ്യമായ നടപടികൾ സ്വീകരിച്ചതായി മുഹമ്മദ് മുഹസിൻ MLAയും അറിയിച്ചു. നേരത്തെ MLAയുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥർ റോഡ് പരിശോധനയ്ക്ക് എത്തിയിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ജലജീവന്റെ ഒരു പൈപ്പ്, സാധാരണ ഈ ബ്രിഡ്ജിന്റെ മേലെ കൂടെയാണ് പോകേണ്ടത്, സൈഡിൽ കൂടെ. അപ്പോൾ അത് ഈ ബ്രിഡ്ജ് പൊളിക്കുന്നതുകൊണ്ടാണ് പൈപ്പ് അപ്പുറത്ത് വേറെ സംവിധാനം ഉണ്ടാക്കിയിട്ട് ആ പൈപ്പ് പോകുന്നത്. അപ്പോൾ ഈ റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനം ഈ വേനൽക്കാലത്തോടു കൂടി വലിയ ജനങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ തന്നെ മുന്നോട്ട് പോകും എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതേപോലെ തന്നെ ഇവിടെ നിന്ന് തൃത്താലക്കൊപ്പം വരെയുള്ള ഭാഗത്ത് അത് കിഫ്ബിയാണ് അത് ഏറ്റെടുത്തിട്ടുള്ളത്. അവരതിൻ്റെ പാച്ച് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞു. അത് അതിൻ്റെ വർക്കും പൂർത്തീകരിക്കും. ഏകദേശം ഈ വർഷ അവസാനത്തോടു കൂടി റോഡ് വർക്ക് പൂർത്തീകരിക്കും. ബ്രിഡ്ജിൻ്റെ പണി ഏകദേശം അതിനോടൊപ്പം നടക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ മണ്ഡലത്തിലും പഞ്ചായത്തിലും നിരവധിയായ വികസന പ്രവർത്തനങ്ങളാണ് MLAയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ളത്. കോതകുറിശി വാണിയംകുളം റോഡിൽ കോതയൂർ എടക്കോട് റോഡ് വളവിൽ റോഡിന്റെ നിരപ്പ് വ്യത്യാസം യാത്രക്കാർക്ക് അപകട ഭീഷണിയാകുന്നു. എടക്കോട് പനയൂർ റോഡിലേക്ക് തിരിയുന്ന റോഡിന്റെ ഭാഗത്താണ് നിരപ്പ് വ്യത്യാസമുള്ളത്. വളവായ ഭാഗമായതിനാൽ വേഗതയിൽ വരുന്ന വാഹനങ്ങൾ വശം നിൽക്കുമ്പോൾ മറിയുന്നതിന് കാരണമാകുന്നു എന്ന് പ്രദേശവാസികൾ പറഞ്ഞു. നേരത്തെ ഈ ഭാഗത്ത് കാറും ലോഡ് കയറ്റിയ ലോറിയും മറിഞ്ഞിരുന്നു. ഇതിനു പുറമെ ഇരുചക്രവാഹന യാത്രക്കാർക്കും ഭീഷണിയാണ് ഈ വളവ്. വാണിയംകുളം ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ എതിർദിശയിൽ നിന്ന് വരുന്ന വാഹനത്തിന് വശം നൽകുമ്പോൾ ഇവിടെ ശ്രദ്ധിച്ചില്ലെങ്കിൽ അപകടം ഉറപ്പാണ്. എടക്കോട് റോഡിലേക്ക് പോകേണ്ടവർക്കും റോഡിലെ നിരപ്പ് വ്യത്യാസം അപകടമുണ്ടാക്കുന്നു. വാണിയംകുളം ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ എടക്കോട് പനയൂരിലേക്ക് തിരിക്കുമ്പോൾ വാഹനങ്ങളുടെ അടിവശം തട്ടി കേടുപാടുകൾക്കും കാരണമാകുന്നതായി ഡ്രൈവർമാർ പറഞ്ഞു. റോഡ് നവീകരണ പ്രവൃത്തികൾ നടക്കുമ്പോൾ തന്നെ നാട്ടുകാർ നിരവധി തവണ ഈ പരാതി പറഞ്ഞതാണ്. എന്നാൽ പണി പാതി വഴിയിൽ നിലച്ചതോടെ പ്രശ്നത്തിന് പരിഹാരമായില്ല. എന്നാൽ എടക്കോട് റോഡ് വാണിയംകുളം കോതകുറിശി റോഡിൽ ചേരുന്ന ഭാഗം നവീകരിച്ചിട്ടുണ്ട്. എങ്കിലും നിരപ്പ് വ്യത്യാസം പരിഹരിച്ചിട്ടില്ല. മണ്ണാർക്കാട് മേക്കളപ്പാറയിൽ നടക്കുന്ന ഗ്രാമോത്സവത്തിന്റെ ഭാഗമായി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. മദർ കെയർ ആശുപത്രിയും വാർഡ് ജനജാഗ്രതാ സമിതിയും സംയുക്തമായാണ് ക്യാമ്പ് ഒരുക്കിയത്. മേക്കളപ്പാറയിൽ നടന്ന ക്യാമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പ്രീത ഉദ്ഘാടനം ചെയ്തു. നിർവഹിച്ചുകൊണ്ട് ഈ പരിപാടി തുടക്കം കുറിച്ചിരുന്നു. അത് 6 മാസം നീണ്ടു നിൽക്കുന്ന പരിപാടികളാണ്. അതും 3-ാം വാർഡിലുള്ള ആളുകൾക്ക് മാത്രമാണ്. വാർഡ് മെമ്പർ നിജോ വർഗീസ് അധ്യക്ഷത വഹിച്ചു. വാർഡിലെ 65 വയസ്സ് കഴിഞ്ഞവർക്കായി മദർ കെയർ നൽകുന്ന മെഡിക്കൽ കാർഡ് വിതരണം ഫാദർ ലിവിൻ ചുങ്കത്ത് നിർവഹിച്ചു.
അസീസ് ചെറുമലയിൽ, ക്യാമ്പ് കോർഡിനേറ്റർ ഫാസിൽ ചിറക്കൽപ്പടി, യദു, ബാബു പോതോപ്പാടം, അഷ്റഫ്, ഹുസൈൻ, നൈജു വർഗീസ്, സജി പെരുമ്പനക്കുഴി, ബിജി ഉണ്ണികൃഷ്ണൻ, പുഷ്പമ്മ എന്നിവർ നേതൃത്വം വഹിച്ചു. ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. അഖിലേന്ത്യാ സിവിൽ സർവീസ് പരീക്ഷയിൽ 559 റാങ്ക് നേടിയ ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥിനി KB ഗ്രീഷ്മയെ അനുമോദിച്ചു. സാഹിത്യകാരൻ KC നാരായണൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഇത്തവണ SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അഭിനന്ദിച്ച ചടങ്ങിൽ പ്രചോദനവും പ്രോത്സാഹനവുമായി മാറി ഗ്രീഷ്മ. എന്റെ ഒരു തലമുറ എന്ന പേര്, എന്റെ പിതാവ് എന്ന പേര് എനിക്കിവിടെ നിൽക്കാനുള്ള വേറൊരു ന്യായം കൂടി ഞാൻ സംഘടിപ്പിച്ച എല്ലാ സംഘാടകർക്കും ആദ്യം തന്നെ നന്ദി അറിയിക്കുന്നു. കൂടാതെ ഇവിടെ ചേർന്ന ഭൂരിപക്ഷവും SSLC വിജയിച്ച കുട്ടികളാണെന്ന് അറിഞ്ഞു. അപ്പോൾ അവർക്ക് അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ ഞാൻ എന്റെ ജേർണിയെ പറ്റി ആദ്യം പറയാം. ഏറ്റവും സന്തോഷം എന്റെ അമ്മയും കൂടെ എന്റെ 2 ബെസ്റ്റ് ഫ്രണ്ട്സ് കൂടെ ഉണ്ട്. അവരുടെ മുമ്പിൽ എനിക്ക് സംസാരിക്കാം. ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M സുകുമാരൻ SSLC വിജയികളെ അനുമോദിച്ച് സംസാരിച്ചു. PTA പ്രസിഡന്റ് A മുരളീധരൻ അധ്യക്ഷത വഹിച്ചു. PS ആര്യ, NK സീന, സ്കൂൾ മാനേജർ K രാധാകൃഷ്ണൻ, PG മോഹനകൃഷ്ണൻ, A ഹരിദാസ്, MN മനോജ്, P ശശികുമാർ, P വിദ്യ എന്നിവർ സംസാരിച്ചു. അക്ഷയ R നാഥ്, അഭയ് S കുമാർ എന്നിവർ 10ാം ക്ലാസ് അനുഭവങ്ങൾ പങ്കുവച്ചു. വിജയികൾക്ക് മധുര പലഹാരം നൽകി സന്തോഷം പങ്കിട്ടു. സ്കൂൾ മുതൽ ശ്രീകൃഷ്ണപുരം ഷെഡ്ഡുംകുന്ന് വരെയും ഷെഡ്ഡുംകുന്നിൽ നിന്ന് തിരുവാഴിയോട് വരെയും വാഹനത്തിൽ ഘോഷയാത്രയോടുകൂടിയാണ് പരിപാടികൾ ആരംഭിച്ചത്. പെരിന്തൽമണ്ണ കാതറള്ളി ക്ലബ്ബ് കുട്ടികൾക്കായി സംഘടിപ്പിച്ച ഫുട്ബോൾ കോച്ചിംഗ് ക്യാമ്പ് സമാപിച്ചു. PTM ഗവൺമെന്റ് കോളേജ് മൈതാനിയിലാണ് കോച്ചിംഗ് ക്യാമ്പ് ഒരുക്കിയത്. സമാപന പരിപാടി നഗരസഭാ ചെയർമാൻ P ഷാജി ഉദ്ഘാടനം ചെയ്തു. പെരിന്തൽമണ്ണ കാതറള്ളി ക്ലബിൻ്റെ നേതൃത്വത്തിൽ ഒരു മാസക്കാലത്തെ ഫുട്ബോൾ കോച്ചിംഗ് ക്യാമ്പാണ് സംഘടിപ്പിച്ചത്. 20 വയസ്സിന് താഴെയുള്ള 100ഓളം കുട്ടികൾ പരിശീലനത്തിൽ പങ്കെടുത്തു. താഴക്കോട് PTM ഹയർ സെക്കൻഡറി സ്കൂളിലെ കായിക അധ്യാപകനും മുൻ സ്റ്റേറ്റ് ഫുട്ബോൾ താരവുമായ K ഷബീർ അലിയുടെ നേതൃത്വത്തിലാണ് പരിശീലനം നൽകിയത്. എല്ലാ വർഷവും വേനൽ അവധിക്കാലത്ത് ഖാദറലി ക്ലബ്ബ് ഫുട്ബോൾ കോച്ചിംഗ് ക്യാമ്പ് സംഘടിപ്പിച്ചു വരുന്നുണ്ട്. കോച്ചിംഗ് ക്യാമ്പിൻ്റെ സമാപന പരിപാടി നഗരസഭാ അധ്യക്ഷൻ P ഷാജി ഉദ്ഘാടനം ചെയ്തു. ക്യാമ്പിൽ പങ്കെടുത്ത മുഴുവൻ വിദ്യാർത്ഥികൾക്കും ജേഴ്സി വിതരണം ചെയ്തു. ക്ലബ്ബ് പ്രസിഡന്റ് C മുഹമ്മദ് അലി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി പച്ചേരി ഫാറൂഖ് ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ട്രഷറർ മണ്ണിൽ ഹസൻ, H മുഹമ്മദ് ഖാൻ, CH മുസ്തഫ, യൂസഫ് രാമപുരം, പാറയിൽ കരീം, PP നാസർ, അബ്ദുൽ ഖാദർ അബ്ബ, കുറ്റീരി ഹസൻ, EK നവാസ് തുടങ്ങിയവർ പങ്കെടുത്തു. പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിൽ നവീകരിച്ച ഓപ്പറേഷൻ തിയേറ്റർ കോംപ്ലക്സ് ഉദ്ഘാടനം ചെയ്തു. ET മുഹമ്മദ് ബഷീർ MP ഉദ്ഘാടനം നിർവഹിച്ചു. പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയുടെ വികസനത്തിന് മന്ത്രിതലത്തിൽ ഇടപെടുമെന്ന് ET മുഹമ്മദ് ബഷീർ MP പറഞ്ഞു. പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിൽ MP ഫണ്ടിൽ നിന്ന് 12 ലക്ഷം രൂപ അനുവദിച്ച് യാഥാർത്ഥ്യമാക്കിയ നേത്രവിഭാഗം ശസ്ത്രക്രിയ തിയേറ്ററും നവീകരിച്ച ഓപ്പറേഷൻ തിയേറ്റർ കോംപ്ലക്സും ET മുഹമ്മദ് ബഷീർ MP ഉദ്ഘാടനം ചെയ്തു. വിവിധ ഓപ്പറേഷൻ തിയേറ്ററുകൾ ഇത് നവീകരിച്ച് കൂടുതൽ സൗകര്യപ്രദമാക്കുന്ന സംഗതിയാണ്. വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾക്കായിട്ടുള്ളത് കണ്ണിൻ്റെതുണ്ട്, മറ്റു പലതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാറ്റിൻ്റെയും ഒരു കോംപ്ലക്സ് വരികയാണ്. പക്ഷേ ഈ ആശുപത്രിയുടെ വികസന ചരിത്രത്തിൽ നിലവിലുള്ള സൗകര്യങ്ങളെ ഫലപ്രദമായിട്ട് ഉപയോഗിച്ചാൽ രോഗികൾക്ക് എങ്ങനെ സഹായം കിട്ടും, എങ്ങനെ അതിൻ്റെ വ്യാപ്തി കൂട്ടാൻ പറ്റുമെന്നതിൻ്റെ മാതൃകാപരമായ കാര്യം ആവശ്യമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള പല സ്ഥാപനങ്ങളും ഈ കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ ശരിക്കും വളരെ കുറവാണ്. ഇന്ന സൗകര്യം ഉണ്ടാവും, പക്ഷേ അത് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ വരെ ഈ കൊണ്ടുവന്ന് ഞങ്ങളിപ്പോൾ ഓരോന്ന് സന്ദർശിച്ചു. നിലവിലുള്ള സംവിധാനങ്ങളെ ഫലപ്രദമായി മാറ്റിയതിൻ്റെ അടിസ്ഥാനത്തിൽ കിട്ടുന്ന സൗകര്യങ്ങൾ നല്ലൊരു മാതൃകയാണ് കാണിച്ചിട്ടുള്ളത്. നിലവിൽ ഓപ്പറേഷൻ സൗകര്യങ്ങൾ ഇരട്ടിയിലധികം വർദ്ധിക്കുന്ന, ചിലതൊക്കെ അതിൽ കൂടുതലുണ്ട് ഒരു സംഗതിയാണ് ജില്ലാ പഞ്ചായത്തിൻ്റെ സഹായത്തോടുകൂടിയും നേരത്തെ മുൻ MP ആയിരുന്ന സംസ്ഥാന സാഹിബിൻ്റെ ഫണ്ടിൽ നിന്ന് ഉപയോഗിച്ചും അല്ല ഇവിടെ ചെയ്തിട്ടുള്ളത്.
നേരത്തെ പഴയ ബ്ലോക്കിൽ അസൗകര്യങ്ങൾക്ക് നടുവിൽ പ്രവർത്തിച്ചിരുന്ന 2 തിയേറ്ററുകൾക്ക് പകരം പുതിയ മാതൃശിശു ബ്ലോക്കിലാണ് 4 ഓപ്പറേഷൻ തിയേറ്ററുകൾ അടങ്ങുന്ന കോംപ്ലക്സ് സജ്ജമാക്കിയത്. നേത്ര ശസ്ത്രക്രിയക്ക് സ്ഥാപിച്ച പുതിയ തിയേറ്ററിനു പുറമെ ബ്ലഡ് ബാങ്ക് വിഹിതം നൽകി ഗൈനക്കോളജി, ജനറൽ സർജറി, ENT, ഓർത്തോപീഡിക്സ് തിയേറ്ററുകളും നവീകരിച്ചു. ഓട്ടോക്ലേവ് സംവിധാനവും പ്രീ മെഡിക്കേഷൻ റിക്കവറി റൂമുകളും ഉൾക്കൊള്ളുന്നതാണ് നവീകരിച്ച തിയേറ്റർ കോംപ്ലക്സ്. ജില്ലാ പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉൾപ്പെടെ മൊത്തം 70 ലക്ഷം രൂപയുടെ പദ്ധതിയാണ് നടപ്പാക്കിയത്. ഇതോടെ ഗർഭിണികൾക്ക് ഏത് സമയത്തും ഇനി ശസ്ത്രക്രിയ നടത്താൻ സംവിധാനമായി. നേരത്തെ ചില ദിവസങ്ങളിൽ സിസേറിയൻ ആവശ്യമായി വന്നാൽ റഫർ ചെയ്യേണ്ട സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയുടെ വികസനത്തിന് മന്ത്രിതലത്തിൽ ഇടപെടുമെന്ന് ET മുഹമ്മദ് ബഷീർ MP ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MK റഫീഖ അധ്യക്ഷത വഹിച്ചു. ഹോസ്പിറ്റൽ സൂപ്രണ്ട് ഡോക്ടർ ഷീന ലാൽ, കൺസൾട്ടന്റ് അനസ്തേഷ്യൻ ഡോക്ടർ MK റൌഫ് എന്നിവർ പദ്ധതികൾ വിശദീകരിച്ചു. നജീബ് കാന്തപുരം MLA, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം, ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷ നസീബ അസീസ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് AK മുസ്തഫ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ TP ആരിസ്, റഹ്മുദ്ദീസ, HMC അംഗങ്ങളായ AK നാസർ, ഹംസ പാലൂർ, കുറ്റീരി മാനുപ്പ, ഡോക്ടർ VU സീതി, എട്ടത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CM മുസ്തഫ, RMO ഡോക്ടർ ദീപക് K വ്യാസ് തുടങ്ങിയവർ സംസാരിച്ചു. സീസണിലെ 9ാം കിരീടം നേടി ഫിഫ മഞ്ചേരി. തുവൂർ JSC ക്ലബിൻ്റെ അഖിലേന്ത്യാ 7 ഫുട്ബോൾ ടൂർണമെൻറ്റിലൂടെയാണ് ഫിഫ മഞ്ചേരി ഈ സീസണിലെ 9ാം കിരീടം കരസ്ഥമാക്കിയത്. ഫൈനലിൽ ലിൻഷ മെഡിക്കൽസ് മണ്ണാർക്കാടിനെ 1-നെതിരെ 2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി. കളിയാകണം ലഹരി, കളിക്കളമാകണം ചങ്ങാതി എന്ന സന്ദേശവുമായി തുവൂർ JSC ക്ലബ്ബ് സംഘടിപ്പിച്ച അഖിലേന്ത്യാ 7 ഫുട്ബോൾ മേളയ്ക്ക് ഉജ്ജ്വല സമാപനം. 22 ടീമുകൾ പങ്കെടുത്ത ടൂർണമെന്റ് സന്തോഷ് ഫ്ലഡ്ലൈറ്റ് സ്റ്റേഡിയത്തിലാണ് നടന്നത്. 7 ഫുട്ബോളിൻ്റെ മുഴുവൻ ആവേശവും നിറഞ്ഞ ഫൈനൽ പോരാട്ടത്തിൽ തിങ്കളാഴ്ച ഈ സീസണിൽ 8 കിരീടം നേടിയ ഫിഫ മഞ്ചേരിയും ലിൻഷ മെഡിക്കൽസ് മണ്ണാർക്കാടും തമ്മിലാണ് ഏറ്റുമുട്ടിയത്. ലഹരിക്കെതിരെ നിരന്തരം നടത്തിയ പോരാട്ടങ്ങളിലൂടെ സംസ്ഥാനതല ശ്രദ്ധ നേടിയ ഗാലക്സി തെക്കുംപുറം സ്പോൺസർ ചെയ്ത ഫിഫ മഞ്ചേരിക്ക് തന്നെയായിരുന്നു മത്സരത്തിൽ ഉടനീളം ആധിപത്യം സ്ഥാപിക്കാനായത്. ഇരുമ്പ് ഗ്യാലറിയിൽ തിങ്ങി നിറഞ്ഞ ആയിരങ്ങളെ ആവേശത്തിലാക്കിയ കിടിലൻ പോരാട്ടം. മഴ രസം കൊല്ലിയാകുമെന്ന് കരുതിയ മത്സരം. ഒടുവിൽ മത്സരത്തിൻ്റെ നിശ്ചിത സമയം പിന്നിട്ടപ്പോൾ ഗാലക്സി തെക്കുംപുറം സ്പോൺസർ ചെയ്ത ഫിഫ മഞ്ചേരി JSC ടൂർണമെൻറ്റിലെ ചാമ്പ്യന്മാരായി. രണ്ടായിരത്തി 24-25 സീസണിൽ മീനങ്ങാടി, എടത്തനാട്ടുകര, പെരിന്തൽമണ്ണ, കൂത്തുപറമ്പ്, ഫറൂഖ്, വേങ്ങര, ഇരിക്കൂർ, തലശ്ശേരി എന്നിവിടങ്ങളിൽ നേടിയ വിജയം തുവൂരിലും ആവർത്തിച്ചതോടെ കിരീടങ്ങളുടെ എണ്ണം ഫിഫ മഞ്ചേരിക്ക് 9 അങ്ങനെ 10 ഫൈനൽ മത്സരങ്ങൾ കളിച്ചപ്പോൾ 9 കിരീടം എന്ന ഉജ്ജ്വല നേട്ടമാണ് ഫിഫ കരസ്ഥമാക്കിയത്. ഈ സീസണിൽ കിരീടങ്ങളുടെ എണ്ണം 10 ആരാധകർ നൽകുന്ന പ്രോത്സാഹനമാണ് ടീമിൻ്റെ കരുത്തെന്നും ടീം ക്യാപ്റ്റൻ കൊണ്ടോട്ടി സലാം, വൈസ് ക്യാപ്റ്റൻ മങ്കട ഷാനവാസ് എന്നിവർ പറഞ്ഞു. 10ാം ഫൈനൽ 9ാം കിരീടമാണ് ഇന്ന് ഈ തുവൂരിൽ ഇവിടെ വെച്ചിട്ട് ഇന്ന് നേടിയെടുത്തത്. പിന്നെ ടീമിൻ്റെയും മാനേജ്മെൻറ്റിൻ്റെയും നല്ലൊരു എഫേർട്ട്, പ്ലേയേഴ്സിൻ്റെ ഭാഗത്തു നിന്നായാലും നല്ലൊരു ടീം വർക്കിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് ഈ ഒരു വിജയം. പിന്നെ ഈ സീസണിൽ ഇത്രയും ട്രോഫികൾ കരസ്ഥമാക്കാൻ പറ്റിയ നമ്മുടെ മാനേജ്മെൻറ്റിൻ്റെയും ടീമിൻ്റെയും അതുപോലെ നമ്മളെ ഫാൻസിൻ്റെ ഇവിടെ കൂടിയിരിക്കുന്ന ഈ നല്ല സപ്പോർട്ടേഴ്സിൻ്റെ ഈ ഒരുപാട് സപ്പോർട്ടേഴ്സിൻ്റെ ഒരു വിജയമാണ് ഈ ഫിഫ മഞ്ചേരിൻ്റെ ഇന്നത്തെ ഒരു വിജയം. മാഷാ അല്ലാ. എന്തായാലും നമ്മുടെ സ്റ്റോപ്പർ ബാക്ക് ഷാനവാസ് ആണ് ടീമിൻ്റെ നിർണായക ഒരു ഘടകം. കാരണം അവന് സ്റ്റോപ്പർ ബാക്കിലുണ്ടെങ്കിൽ മാത്രമേ നമ്മളൊരു കോൺഫിഡൻറ്റ് അത്രയും കൂടുതലായിട്ട് നമ്മുടെ ടീമിൽ വരുള്ളൂ. ട്രോഫിയാണിത്. 10 ഫൈനൽ ഞങ്ങൾ 9ാമത്തെ ട്രോഫിയാണ്. ഈ സീസണിൽ ഇപ്പോൾ നമ്മളാണ് മുന്നിട്ട് നിൽക്കുന്നത്. ഈ വിജയത്തിന്റെ ഏറ്റവും വലിയ കാരണം ഈ ജനങ്ങളുടെ സപ്പോർട്ടാണ്. JSC ടൂർണമെൻറ്റിൻ്റെ ഫൈനൽ ചടങ്ങിൽ ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, വിവിധ സംഘടനാ ഭാരവാഹികൾ, SFA പ്രതിനിധികൾ, സ്പോൺസർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തുവൂർ.
ഹജ്ജ് കർമ്മത്തിനായി പോകുന്ന കരിമ്പുഴയിലെ മുതിർന്ന കോൺഗ്രസ് നേതാവ് കുഞ്ഞായ്മ മാസ്റ്റർക്ക് കരിമ്പുഴ എളുമ്പളാശ്ശേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി. PT മോഹനൻ അധ്യക്ഷത വഹിച്ചു. KPC ജനറൽ സെക്രട്ടറി C ചന്ദ്രൻ, KPCC വക്താവ് സന്ദീപ് വാര്യർ, P ഹരിഗോവിന്ദൻ, P ഗിരീശൻ, സുരേഷ് തെങ്ങിൻതോട്ടം, T ഓമന എന്നിവർ പങ്കെടുത്തു. ഒരു തെറ്റ് ചെയ്യാത്ത അല്ലെങ്കിൽ നന്മകൾ മാത്രം ചെയ്യുന്ന എല്ലാ തെറ്റുകൾക്കും അതീതരാണ് ഞാനും നിങ്ങളും എന്നൊന്ന് പറയുന്നത് ശരിയാണ്. നമുക്ക് സ്വാഭാവികമായും നമ്മുടെ വ്യക്തി ജീവിതത്തിലും പൊതുജീവിതത്തിലുമൊക്കെ അറിഞ്ഞും അറിയാതെയുമായി ഒരുപാട് തെറ്റുകുറ്റങ്ങളൊക്കെ ചെയ്യുക. പലപ്പോഴും പലരും പറയുന്നത് ചില പ്രത്യേക സാഹചര്യങ്ങൾ, ദൈവമേ ഞാൻ അറിഞ്ഞൊരു തെറ്റും ചെയ്തിട്ടില്ലേ എന്ന് പലപ്പോഴും പ്രാർത്ഥിക്കുന്നത് നമ്മളൊക്കെ കണ്ടു. മുളയങ്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൂരത്തോടനുബന്ധിച്ച് വല്ലപ്പുഴ സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ സൗജന്യ കുടിവെള്ള വിതരണം സംഘടിപ്പിച്ചു. ബാങ്ക് പ്രസിഡന്റ് ബഷീർ പേങ്ങാട്ട് ഉദ്ഘാടനം നിർവഹിച്ചു. ഡയറക്ടർ കബീർ, ബാങ്ക് സെക്രട്ടറി അഷ്റഫ് അലി, മാനേജർ രേഖ തുടങ്ങിയവരും ഭരണസമിതി അംഗങ്ങളും ജീവനക്കാരും പങ്കെടുത്തു. ജനങ്ങൾക്ക് ആവശ്യമായ കുടിവെള്ളം കൊടുക്കുന്നതിന് ഉള്ള തീരുമാനമെടുത്ത് അത് നൽകുകയാണ് ഇന്നിവിടെ ചെയ്യുന്നത്. ഇത്തരം നല്ല പ്രവർത്തികൾ കാലങ്ങളായിട്ട് ബാങ്കിൻ്റെ വക ചെയ്യാറുണ്ട്. തുടർന്നും ഉണ്ടാവുമെന്ന് ഈ നാട്ടിലെ നല്ലവരായ ജനങ്ങളെ അറിയിക്കുകയാണ്. ഇപ്പോൾ മുളയങ്കാവിലെ കാളകളുടെയും പൂരത്തിൻ്റെ ആശംസ വല്ലപ്പുഴ സർവീസ് ബാങ്കിൻ്റെ ആശംസ അറിയിക്കുകയാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. മണ്ണാർക്കാട് നഗരസഭയ്ക്കെതിരെ CPM നടത്തിയ ആരോപണങ്ങൾക്കെതിരെ UDF രാഷ്ട്രീയ വിശദീകരണ യോഗം സംഘടിപ്പിച്ചു. ആരോപണങ്ങൾ വസ്തുതാവിരുദ്ധമെന്ന് ലീഗ് നേതാവും മുൻ MLAയുമായ കളത്തിൽ അബ്ദുള്ള. പട്ടാമ്പി കൊടുമുണ്ട പുത്തൻകവലയിൽ മധ്യവയസ്കനെ വീട്ടുമുറ്റത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി. മച്ചിങ്ങത്തൊടി അഷ്റഫ് അലിയാണ് മരിച്ചത്. പെരിന്തൽമണ്ണയിൽ വിസ്ഡം സ്റ്റുഡൻസ് സംഘടിപ്പിച്ച കേരള സ്റ്റുഡൻസ് കോൺഫറൻസിനിടെ ഉണ്ടായ പോലീസ് നടപടി, പ്രതിഷേധം ശക്തമാകുന്നു. അമ്പലപ്പാറ ചുനങ്ങാട് 10 ലിറ്റർ ചാരായവും 15 ലിറ്റർ വാഷും ഒറ്റപ്പാലം എക്സൈസ് നേതൃത്വത്തിൽ പിടിച്ചെടുത്തു. 2 പേർ എക്സൈസിന്റെ പിടിയിൽ. വർണ്ണാഭമായി തൂത മുളയങ്കാവ് പൂരങ്ങൾ. തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രൻ അടക്കമുള്ള കേരളത്തിലെ 30ഓളം ഗജവീരന്മാർ തൂതപൂരത്തിന് നിറവേറ്റി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.